ആലത്തൂർപ്പടി അങ്ങാടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ സൽമാൻ അടക്കം 3 ആളുകൾ ഏകദേശം 170 ദിവസം മുമ്പ് ഇന്ത്യ ചുറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ പോയ മൂവർ സംഘം ഇന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ ഒരു ഗംഭീര സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ശരി സൽമാൻ 170 വയസ്സായി അല്ലേ? ഓക്കെ താങ്ക് യു. ക്യാമറമാൻ ഓനെ ഡെയിലി ചോദിക്കുന്ന ആളാണ്. സിനാൻ പപ്പട കച്ചവടമൊക്കെ ഇപ്പോൾ സാറേ പോണില്ലേ? ഇതിന് കുറച്ചായി. 3 പേരും ഈ വേദിയിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഏറ്റവും ധന്യമായ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ക്രൗഡാണ്. മേൽപ്പൂരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കും മറ്റൊക്കെ ഇത്തരത്തിലുള്ള വലിയ ക്രൗഡുകൾ കാണാറുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇതേ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഫെബ്രുവരി 9 അല്ലേ, ഫെബ്രുവരി 9 പോയാക്കണ്ടായിരുന്നു. ഇവരൊക്കെ ഇറങ്ങുന്ന ഒരു ചെറിയൊരു ക്രൗഡിൽ നിന്നാണ് ഇവരുടെ യാത്ര ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ യാത്രയുടെ ദിവസം വളരെ കുറഞ്ഞ ഒരു 100-ൽ ഒതുങ്ങുന്ന ആളുകളാണ് നമ്മുടെ എൻ്റെ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ യാത്രയ്ക്ക് ഇവരെ പറഞ്ഞേക്കാൻ വേണ്ടി, ഇവരുടെ യാത്രയുടെ തുടക്കത്തിന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മേൽപ്പൂരുള്ള മണ്ണിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ യാത്രയുടെ വലിയൊരു വിജയമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ 3 പേരെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ നിറഞ്ഞാടി ഉണ്ടാകുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുടെ വിജയം എന്ന് പറയുന്നത്, ഈ യാത്ര ഏകദേശം 175 ദിവസം പിന്നിട്ട് ഇത്ര ഭംഗിയില് ഇവിടെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് ഒറ്റ വിജയം എന്ന് പറയുന്നത് ആ 3 ഉമ്മമാരുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ ഉണ്ടാകുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിച്ച പൈസ അല്ല. ആലത്തൂർപ്പടി MMUT
സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 170 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര പോയ 3 പേരും ഇന്ന് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കുള്ള സ്വീകരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്.